ദൈവ തിരുനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഇന്ന് രാത്രിയിൽ പിന്നെയും നമുക്കൊരുമിച്ച് ഇപ്രകാരം ദൈവസന്നിധിയിലേക്ക് കടന്നു വരുവാൻ കർത്താവ് നൽകി തരുന്ന ഈ നല്ല അവസരത്തെ ഓർത്ത് ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ഈ ക്ലാസ്സുകൾ ശ്രദ്ധിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും ഓർത്ത് ദൈവത്തെ സ്തുതിക്കുകയും എൻ്റെ സ്നേഹവന്ദനങ്ങളെ ഒരിക്കൽ കൂടെ അറിയിക്കുകയും ചെയ്യുന്നു. എഫേസ് ലേഖനം 2-ാം അധ്യായമാണ് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. ഇന്ന് 2-ാം അധ്യായം നമ്മൾ അവസാനിപ്പിക്കാനായിട്ട് പോവുകയാണ്. 2-ാം അധ്യായത്തിൻ്റെ അവസാനത്തെ ഒരു വാക്യവും കൂടെയാണ് നമുക്ക് തുടർന്ന് ചിന്തിക്കാനായിട്ടുള്ളത്. ഇന്ന് നമ്മൾ ആ വാക്യം ചിന്തിച്ച് ഈ 2-ാം അധ്യായം ഇവിടെ അവസാനിപ്പിക്കാനായിട്ട് നമ്മൾ ആഗ്രഹിക്കുകയാണ്. നമുക്ക് ആ ദൈവവചനത്തിലേക്ക് കടന്നു വരാം. എഫേസ് ലേഖനം 2-ാം അധ്യായം അതിൻ്റെ 22-ാം വാക്യമാണ് നമുക്കിനി വായിക്കാനായിട്ടുള്ളത്. ആ വാക്യത്തിൽ നമ്മളിങ്ങനെയാണ് വായിക്കുന്നത്: അവനിൽ നിങ്ങളെയും ദൈവത്തിൻ്റെ നിവാസമാകേണ്ടതിന് ആത്മാവിനാൽ ഒന്നിച്ച് പണിത് വരുന്നു. അപ്പോൾ അങ്ങനെയാണ് നമ്മളവിടെ വായിക്കുന്നത്: അവനിൽ നിങ്ങളെയും ദൈവത്തിൻ്റെ നിവാസമാകേണ്ടതിന് ആത്മാവിനാൽ ഒന്നിച്ച് പണിതു വരുന്നു. അപ്പം കഴിഞ്ഞ 1-2 ക്ലാസ്സുകളിൽ നമ്മൾ ചിന്തിച്ചുകൊണ്ടിരുന്നത് നമ്മെ ഒരു കെട്ടിടത്തോട് ഉപമിച്ച് അതിൻ്റെ ക്രിസ്തുവേശു അതിൻ്റെ ചീഫ് കോർണർ സ്റ്റോൺ, പ്രധാന മൂലക്കല്ലും, അപ്പോസ്തലന്മാരും പ്രവാചകന്മാരും അതിൻ്റെ അടിസ്ഥാനവും ഒക്കെയായിട്ട് പണിയപ്പെട്ടിരിക്കുന്ന ആ കെട്ടിടം, അത് 21-ാം വാക്യത്തിൽ ആ കെട്ടിടം യുക്തമായിട്ട് ചേർന്ന് കർത്താവിലൊരു വിശുദ്ധ മന്ദിരമായിട്ട് വളരുന്നു എന്നുള്ളതാണ് കഴിഞ്ഞ ആഴ്ച നമ്മൾ ചിന്തിച്ചത്. അപ്പം അവിടെ 21-ാം വാക്യത്തിൻ്റെ അവസാനം നമ്മൾ വായിക്കുന്നത് ഈ മന്ദിരം ഇത് കർത്താവിൽ വിശുദ്ധ മന്ദിരമായിട്ട് വളരുകയാണ്. ഈ കെട്ടിടം ഇങ്ങനെ വളർന്നുകൊണ്ടിരിക്കുക. എന്താ കെട്ടിടം വളരുന്നു എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം? കെട്ടിടം വളരുന്നു എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം ഈ കെട്ടിടത്തിൻ്റെ പണി ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇപ്പം ഇന്നലെ ഉണ്ടായിരുന്ന ഒരു ലെവലുണ്ട്, അതിനേക്കാൾ ഇന്ന് പിന്നെയും വളർന്നു. ആ കെട്ടിടത്തിൻ്റെ പണി ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് നടന്നുകൊണ്ടിരിക്കുക. പണി ഇതുവരെ എന്ത് ചെയ്തിട്ടില്ല, കഴിഞ്ഞിട്ടില്ല. നമുക്കറിയാം, പുതിയ കല്ലുകളും വാതിലും ജനലും അങ്ങനത്തെ സാധനങ്ങളൊക്കെ ഇതിനോട് കൂട്ടിച്ചേർത്ത് ഇതിനോട് ആഡ് ചെയ്താണ് നമ്മൾ പണി കൊണ്ടുപോകുന്നത്. അപ്പം ഈ പണി ഇന്നും തുടർന്നുകൊണ്ടിരിക്കുക. അതാണ് ഇത് വളർന്നുകൊണ്ടിരിക്കുന്ന കെട്ടിടം എന്ന് പറയുമ്പോൾ നമ്മൾ ഉദ്ദേശിക്കുന്നത്. ദൈവത്തിൻ്റെ വചനം അങ്ങനെയാണ് പറയുന്നത്. അത് കർത്താവിൽ വിശുദ്ധ മന്ദിരമായി വളർന്നുകൊണ്ടിരിക്കുന്ന ഒരു കെട്ടിടമാണിത്. ഓക്കെ. എന്നിട്ട് 22-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ അവിടെ നമ്മൾ വായിക്കുന്നത്: അവനിൽ നിങ്ങളെയും ദൈവത്തിൻ്റെ നിവാസമാകേണ്ടതിന് ആത്മാവിനാൽ ഒന്നിച്ച് പണിതു വരുന്നു. അപ്പം അവിടെ പറയുക അവനിൽ, ആരിൽ? ക്രിസ്തുവിൽ. നമ്മൾ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട് ഈ എഫേസ് ലേഖനത്തിനകത്ത് ഇൻ ക്രൈസ്റ്റ്, ഇൻ ഹിം, അവനിൽ, ക്രിസ്തുവിൽ എന്ന് പറയുന്ന ആ ശൈലി നമ്മൾ പല പ്രാവശ്യം കണ്ടതാണ്. അപ്പം അതുപോലെ തന്നെയാണ് ഇവിടെയും പറയുന്നത്: അവനിൽ അല്ലെങ്കിൽ ക്രിസ്തുവിൽ നിങ്ങളെയും ദൈവത്തിൻ്റെ നിവാസമാകേണ്ടതിന് ആത്മാവിനാൽ ഒന്നിച്ച് പണിത് വരുന്നു. അപ്പം ഈ പണി നടക്കുന്നത് ആത്മാവിനല്ല, എന്ന് വെച്ചാൽ പരിശുദ്ധാത്മാവിനാലാണ് ഈ പണി എന്ത് ചെയ്യുന്നത്, നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പം ഈ പരിശുദ്ധാത്മാവിനാൽ അവൻ നമ്മെ എന്ത് ചെയ്യുന്നു, ഒന്നിച്ച് പണിത് വരുന്നു. ഈ ഒന്നിച്ച് പണിത് വരിക എന്ന് പറഞ്ഞാൽ എന്താന്ന് വെച്ചാൽ ബിൽഡിങ് ടുഗദർ, ഒരുമിച്ച് ചേർത്ത് പണിയുകയാണ്. അപ്പം അതായത് നമ്മെ എല്ലാവരെയും ഒരുമിച്ച് ചേർത്താണ് പണിയുന്നത്. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞു, ഇത് പല പല കഷ്ണങ്ങളായിട്ട് ചെതറിക്കിടക്കാനായിട്ടുള്ളതല്ല, ഇതെല്ലാവരെയും ഒന്നിച്ച് പണിതുകൊണ്ടിരിക്കുക, ഒന്നിച്ച് പണിയുകയാണ്. അതാണ് ഈ പണിയുടെ പ്രത്യേകത എന്ന് പറയുന്നത്. സഭകൾ ഒരിക്കലും പരസ്പര ബന്ധമില്ലാതെ ചെതറിക്കിടക്കേണ്ട സാധനമല്ല ഈ കെട്ടിടം അല്ലെങ്കിൽ സഭ എന്ന് പറയുന്നത്. ഒന്നിച്ച് പണിതു വരുന്നതാ, ഒരുമിച്ച് ചേർത്ത്. അപ്പം
ഒരു സ്ഥലത്തെ എല്ലാ സഭകളും, അല്ലെങ്കിൽ അങ്ങനെ പറയുന്നത് തെറ്റാണ്, കാരണം ഒരു സ്ഥലത്തെ സഭയാണ്, ആ സഭ അതിലുള്ള എല്ലാ വിശ്വാസികളും ഒരുമിച്ച് വരുന്ന ഒരു പ്രക്രിയ, അല്ലെങ്കിൽ അങ്ങനെയാണ് പണിതുകൊണ്ടിരിക്കുന്നത്. കഷ്ണം കഷ്ണമായിട്ട്, പല കഷ്ണങ്ങളായിട്ടല്ല പണി നടക്കുന്നത്, അത് നമ്മൾ മനസ്സിലാക്കണം. അങ്ങനെ കഷ്ണങ്ങളായിട്ട് പണി നടക്കുന്നത് ആത്മാവിനാലാണോ എന്നുള്ളത് നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യമാണ്. ആത്മാവിനാൽ, പരിശുദ്ധാത്മാവിനാലാണ് പണി നടക്കുന്നതെങ്കിൽ ആ പണി ഒരുമിച്ച് ചേർത്താണ് നടക്കുന്നത്. അതായത് ഒരു പ്രദേശത്തെ എല്ലാ ദൈവമക്കളെയും ഒരുമിച്ച് ചേർക്കുന്ന ഒരു പണി, അങ്ങനെ ഒരുമിച്ച് ചേർത്ത് അതൊരു കെട്ടിടമായിട്ട് പണിയുന്ന ആ ഒരു പണിയാണ് പരിശുദ്ധാത്മാവിനാൽ നടക്കുന്നത് എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അപ്പം അങ്ങനെ നിങ്ങളെ ആത്മാവിനാൽ ഒന്നിച്ച് പണിത് വരുന്നു എന്നാണ് പറഞ്ഞത്. ഇനി ഈ പണിയുന്നതിൻ്റെ ഉദ്ദേശം എന്താണെന്ന് ചോദിച്ചാൽ അവിടെ പറഞ്ഞു, ദൈവത്തിൻ്റെ നിവാസമാകേണ്ടതിന്, ദൈവത്തിൻ്റെ നിവാസമാകേണ്ടതിന്. അപ്പോൾ പഴയ നിയമം നമ്മൾ പഠിക്കുമ്പോൾ അവിടെ ഇസ്രായേൽ മക്കൾ മിസ്രൈമിൽ നിന്ന് പുറപ്പെട്ട് അവർ മരുഭൂമിയിലായിരിക്കുന്ന സമയത്ത് ദൈവം തൻ്റെ ദാസനായ മോശ മുഖാന്തരം ജനത്തോട് കൽപ്പിച്ചൊരു കാര്യമുണ്ട്. എനിക്ക് ഈ ജനത്തിൻ്റെ ഇടയിൽ വസിക്കേണ്ടതിന് നിങ്ങളൊരു കൂടാരം, ഒരു നിവാസം, ഒരു സമാഗമന കൂടാരം ഉണ്ടാക്കണം എന്ന് ദൈവം പറഞ്ഞു. അപ്പം നമ്മുടെ ദൈവത്തിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത്, ദൈവം ഒരിക്കലും നമ്മളെ വിട്ട് ദൂരെ ഒരു സ്ഥലത്ത് മാറിയിരിക്കുന്ന ഒരു ദൈവമല്ല ബൈബിള് പരിചയപ്പെടുത്തുന്ന ദൈവം. പലപ്പോഴും നമ്മുടെ മനസ്സിനകത്ത് ദൈവത്തെക്കുറിച്ചുള്ളൊരു ധാരണ വരുന്നത് എന്താ വെച്ച് കഴിഞ്ഞാൽ, ദൈവം എവിടെയോ ദൂരെ ഒരു സ്ഥലത്തിങ്ങനെ മാറിയിരിക്കുന്ന ഒരു ദൈവം, ഒരു വ്യക്തിയായിട്ടാണ് പലപ്പോഴും ദൈവത്തെക്കുറിച്ച് നമ്മുടെ മനസ്സിനകത്ത് ചിന്ത വരുന്നത്. എന്നാൽ ബൈബിള് പഠിപ്പിക്കുന്ന, അല്ലെങ്കിൽ വേദപുസ്തകത്തിൽ നമ്മൾ കാണുന്ന ദൈവം, അവൻ നമ്മോട് കൂടെ വസിക്കുന്ന ദൈവമാണ്, നമ്മോട് കൂടെ വസിക്കുന്ന ദൈവം അല്ലേ. നമ്മൾ മത്തായിയുടെ സുവിശേഷം അതിൻ്റെ പ്രാരംഭ അധ്യായം പഠിക്കുമ്പോൾ അവിടെ യേശുവിനെ കുറിച്ച് പറയുന്നത്, അവൻ ദൈവം നമ്മോട് കൂടെ എന്നർത്ഥമുള്ള ഇമ്മാനുവേൽ എന്ന് വിളിക്കപ്പെടും. സോ ഗോഡ് ഈസ് വിത്ത് us, ദൈവം നമ്മുടെ കൂടെയാണ്. ഇനി അതേ മത്തായിയുടെ സുവിശേഷത്തിൻ്റെ അവസാനത്തെ അധ്യായത്തിലേക്ക് വരുമ്പോൾ ആ കർത്താവ് പറയുന്നത്, ഞാനോ ലോകാവസാനത്തോളം എല്ലാ നാളും നിങ്ങളോട് കൂടെയുണ്ട്. അപ്പം നമ്മുടെ കൂടെയുള്ള, നമ്മുടെ കൂടെ വസിക്കുന്ന, എന്താ വസിക്കുക എന്ന് പറഞ്ഞാൽ, വസിക്കുക എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം നമ്മുടെ കൂടെ താമസിക്കുന്ന നമ്മുടെ കൂടെ താമസിക്കുക എന്ന അർത്ഥം. അപ്പോൾ ഈ നമ്മുടെ കൂടെ താമസിക്കുന്ന, അല്ലെങ്കിൽ നമ്മുടെ കൂടെ വസിക്കുന്ന ഒരു ദൈവത്തെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, വേദപുസ്തകത്തിൽ കാണുന്നത്. അത് അതിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, ദൈവം അല്ലെങ്കിൽ പരിശുദ്ധാത്മാവ് നമ്മെ പണിതുകൊണ്ടിരിക്കുന്നത് ദൈവത്തിന് വസിക്കുവാനായിട്ട്, ദൈവത്തിൻ്റെ നിവാസമാകേണ്ടതിനാണ് ദൈവം നമ്മെ പരിശുദ്ധാത്മാവിനാൽ സഭയായിട്ട് പണിതുകൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ ആഴ്ച നമ്മൾ പറഞ്ഞു, ആ ദൈവസഭയിൽ ദൈവം വസിക്കുന്നു, അപ്പോൾ തന്നെ നമ്മിൽ ഓരോരുത്തരിലും ദൈവം വസിക്കുന്നു. നാം ഒരുമിച്ച് കൂടി വരുന്ന ദൈവസഭയിലും ദൈവം എന്ത് ചെയ്യുന്നു, വസിക്കുന്നു എന്നുള്ളത് കഴിഞ്ഞ ആഴ്ച നമ്മൾ മനസ്സിലാക്കിയതാണ്. അപ്പോൾ ദൈവം ഈ സഭയാകുന്ന കെട്ടിടത്തെ പണിത് കൊണ്ടുവരുന്നതിൻ്റെ ഒരു ഉദ്ദേശമെന്ന് പറയുന്നത്, ദൈവത്തിന് വസിക്കുവാനുള്ളൊരു കെട്ടിടമായിട്ടാണ് പണിത് കൊണ്ടുവരുന്നത്. ദൈവത്തിന് വസിക്കുവാനുള്ള ഒരു കെട്ടിടം, അങ്ങനെ ഇതിൻ്റെ സ്ട്രക്ചർ അല്ലെങ്കിൽ ഇതിൻ്റെ പ്ലാൻ എങ്ങനെയാണ് പോകുന്നത്, ഈ സഭയുടെ പ്ലാൻ, ഈ കെട്ടിടത്തിൻ്റെ പ്ലാൻ എങ്ങനെയാണ് പോകുന്നത്, ദൈവത്തിന് വസിക്കാനുള്ളൊരു കെട്ടിടം അങ്ങനെയാണ് നമ്മൾ കാണുന്നത്. അപ്പോൾ ഈ സഭ എന്ന് പറയുന്നത് നമ്മൾ ഒരിക്കലും ഒരു നിസ്സാരമായിട്ട് കാണേണ്ട ഒരു സംഭവമല്ല. അത് സഭയ്ക്ക് ഒരു പ്രാധാന്യമുണ്ട്. എന്താ പ്രാധാന്യം? അത് ദൈവം വസിക്കുന്ന സ്ഥലമാണ്. ദൈവം വസിക്കുന്ന സ്ഥലം എന്ന് വെച്ചാൽ ഞാൻ ഉദ്ദേശിച്ചത്,
നമ്മുടെ പള്ളികളോ അല്ലെങ്കിൽ നമ്മുടെ സഭാ ഹാളുകളോ അല്ല ഞാൻ ഉദ്ദേശിച്ചത്. ആ കൂടി വരുന്ന ആ കൂട്ടത്തിൽ ആരുണ്ട്? ദൈവമുണ്ട് അല്ലേ? കർത്താവ് അങ്ങനെയാണ് പറഞ്ഞത്, 2 3 പേർ എൻ്റെ നാമത്തിൽ കൂടി വരുന്നിടത്ത് നിങ്ങളുടെ നടുവിൽ ഞാനുണ്ടെന്നാണ് കർത്താവ് പറഞ്ഞത്. അപ്പം ആ കർത്താവ് സഭയായിട്ട് കൂടി വരുന്ന ആ സഭയുടെ നടുവിൽ ആരുണ്ട്? കർത്താവുണ്ട്. അത് നമ്മൾ മറക്കരുത്. കർത്താവുള്ളതാണെന്ത്? സഭ. കർത്താവ് ഇല്ലെങ്കിൽ അത് പിന്നെ എന്താകില്ല? സഭ ആകില്ല. അതാണ് അതിൻ്റെ പ്രശ്നം എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഒന്നാമത് ദൈവം നമ്മെ പണിയുന്നത്, ദൈവത്തിൻ്റെ ആത്മാവിൽ നമ്മെ പണിയുന്നത് കർത്താവിന് നമ്മിൽ വസിക്കാനായിട്ട്, ദൈവത്തിന് ഈ സഭയിൽ വസിക്കാനായിട്ട് ദൈവം നമ്മെ പണിയുന്നത്. ഞാൻ വെളിപ്പാട് പുസ്തകത്തിലെ ഒരു ഭാഗം ഈ സമയത്ത് നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവരാനായിട്ട് ഞാൻ ആഗ്രഹിക്കുകയാണ്. വെളിപ്പാട് പുസ്തകം അതിൻ്റെ 4-ാം അധ്യായത്തിലേക്ക് നമുക്കൊന്ന് വരാം. വെളിപ്പാട് പുസ്തകം 4-ാം അധ്യായത്തിൽ 3-ാം അധ്യായത്തിൽ വെളിപ്പാട് പുസ്തകം 3-ാം അധ്യായത്തിൻ്റെ 14 മുതൽ 22 വരെയുള്ള വാക്യങ്ങൾ നമുക്കറിയാമത് ലവോദിക്യ സഭയുടെ ദൂതന് കൊടുക്കുന്ന ദൂതാണ്. ലവോദിക്യ സഭയുടെ ദൂതന് കൊടുക്കുന്ന ദൂതാണത്. അവിടെ കർത്താവ് പറയുന്ന ഒരു കാര്യമുണ്ട്. അതിൻ്റെ 20-ാം വാക്യത്തിൽ, വെളിപ്പാട് പുസ്തകം 3-ാം അധ്യായത്തിൻ്റെ 20-ാം വാക്യത്തിൽ നമ്മൾ വായിക്കുന്ന ഒരു കാര്യമുണ്ട്. അവിടെ കർത്താവ് പറയുക, ഞാൻ വാതിൽക്കൽ നിന്ന് മുട്ടുന്നു, ആരെങ്കിലും എൻ്റെ ശബ്ദം കേട്ട് വാതിൽ തുറന്നാൽ ഞാൻ അവൻ്റെ അടുക്കൽ ചെന്ന് അവനോടും അവൻ എന്നോടും കൂടെ അത്താഴം കഴിക്കും. അപ്പോൾ ഈ ലവോദിക്കയിലെ സഭയോട് കർത്താവ് പറയുകയാണ്, ഞാൻ വാതിൽക്കൽ നിന്ന് മുട്ടുന്നു. അപ്പോൾ വാതിൽക്കൽ നിന്ന് മുട്ടണമെന്നുണ്ടെങ്കിൽ ഇപ്പം കർത്താവ് എവിടെയാണ്? അകത്താണോ? അല്ല. അകത്താണെങ്കിൽ പിന്നെ വാതിലിൽ നിന്ന് മുട്ടി ആരെങ്കിലും തുറന്ന് അകത്ത് കയറാനായിട്ട് കാത്തു നിൽക്കേണ്ട ആവശ്യം ഇല്ല. അപ്പം ഇവിടെ കർത്താവ് എവിടെയാണ്? പുറത്താണ് നിൽക്കുന്നത്. അപ്പം ഇവിടെ ഈ ലവോദിക്യ സഭയുടെ പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇവർ പറയുന്നത്, അതിൻ്റെ 17-ാം വാക്യം തൊട്ട് വായിക്കുന്നത്, 17-ാം വാക്യത്തിൽ വായിക്കുന്നത്, അവർ പറയുന്നത്, ഞാൻ ധനവാൻ സമ്പന്നനായിരിക്കുന്നു, എനിക്കൊന്നിനും മുട്ടില്ല എന്ന് പറയുകയാണ് ഇവർ ചെയ്യുന്നത്. അതായത് ഇവർ പറയുക, ഞങ്ങൾക്ക് കർത്താവില്ലെങ്കിലും ഞങ്ങളുടെ കാര്യങ്ങളൊക്കെ ഭംഗിയായിട്ട് നടത്താൻ പറ്റും. ഇതാണ് അവരുടെ ചിന്ത. അപ്പം ഇന്ന് പലപ്പോഴും നമ്മുടെ സഭകൾക്ക് നേരിട്ടിരിക്കുന്ന പ്രശ്നം ഇതാ. കർത്താവില്ലെങ്കിലും നമുക്ക് പാട്ട് പാടാം, കർത്താവില്ലെങ്കിലും നമുക്ക് പ്രാർത്ഥിക്കാം, കർത്താവില്ലെങ്കിലും നമുക്ക് അന്യഭാഷ പറയാം, കർത്താവില്ലെങ്കിലും നമുക്ക് പ്രവചിക്കാം, കർത്താവില്ലെങ്കിലും നമുക്ക് രോഗികളെ സൗഖ്യമാക്കാം, കർത്താവില്ലെങ്കിലും നമുക്ക് സുവിശേഷം പ്രസംഗിക്കാം, കർത്താവില്ലെങ്കിലും നമുക്ക് വചനം പ്രസംഗിക്കാം. ഇതെല്ലാം ചെയ്യാം. കർത്താവില്ലാതെ ഇതെല്ലാം ഒരു പ്രോഗ്രാമായിട്ട്, ഒരു പരിപാടിയായിട്ട്, ഒരു കാര്യപരിപാടിയായിട്ട് ചെയ്ത് നമ്മളങ്ങ് ശീലിച്ചു പോയി. അപ്പം നമ്മൾ കർത്താവിനോട് പറയുന്ന, കർത്താവെ നീ ഇല്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല, ഞങ്ങൾക്ക് ഇതൊക്കെ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത്, ഞങ്ങൾ ഇതൊക്കെ കുറേ കാലമായിട്ട് വർഷങ്ങളായിട്ട് ഇതൊക്കെ ചെയ്തുകൊണ്ടിരിക്കുക, കർത്താവില്ലെങ്കിലും ഞങ്ങൾക്ക് ഇതൊക്കെ എങ്ങനെ കൊണ്ടുപോകണമെന്ന് അറിയാം, അതുകൊണ്ട് നീ ഇതിനകത്തൊന്നും കയറി ഇടപെടാൻ നിൽക്കണ്ട എന്ന് പറഞ്ഞ് കർത്താവിനെ എടുത്ത് പുറത്ത് വച്ചിട്ട് സഭയ്ക്കകത്ത് പരിപാടി നടക്കുമ്പോൾ കർത്താവ് പുറത്തുനിന്ന് മുട്ടുക. ഇത് സഭ നേരിടുന്ന ഒരു വലിയ പ്രശ്നമായത്. സഭയെ ദൈവം പണിയത് കൊണ്ടിരുന്നത് കർത്താവിന് ഇതിനകത്ത് വസിക്കാനായിട്ടാണെങ്കിലും ഇപ്പോൾ സഭയിലെ ആളുകളൊക്കെ കൂടിയിട്ട് കർത്താവിനെ എന്ത് ചെയ്തു? എടുത്ത് പുറത്ത് കളഞ്ഞിരിക്കുക. അപ്പം നമുക്ക് കർത്താവ് വേണ്ട. ഇതൊക്കെ ഒരു ശീലമായിട്ടൊരു ഒരു പ്രോഗ്രാമായിട്ട് മാറി ഈ സംഭവങ്ങളൊക്കെ. കർത്താവില്ലെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? കീബോർഡൊക്കെ ഉണ്ടെങ്കിൽ അടിപൊളിയായിട്ട് നമുക്ക് ആരാധനയൊക്കെ സഭായോഗവും
വേർഷിപ്പും ഒക്കെ നമുക്ക് നടത്താൻ കർത്താവിൻ്റെ ആവശ്യമൊന്നുമില്ല. പിന്നെ ഇടയ്ക്ക് കറണ്ട് പോരുന്നേ ഉള്ളൂ. കറണ്ട് പോയി കഴിഞ്ഞാൽ പ്രശ്നമാണ്, അവിടെ കൊണ്ട് എല്ലാ പരിപാടിയും തീരുകയും ചെയ്യും. അപ്പോൾ കർത്താവില്ലെങ്കിലും കുഴപ്പമില്ല, കറണ്ട് പോകാതിരുന്നാൽ മതി. ഇതപ്പം നമ്മുടെ ചിന്ത. കർത്താവ് ഇല്ലെങ്കിലും കുഴപ്പമില്ല, കറണ്ട് ഉണ്ടായാൽ മതി, നമ്മുടെ പരിപാടി എന്ത് ചെയ്യും, നമ്മൾ നടത്തും. ഇതാ ഇന്നത്തെ സഭകളുടെയൊക്കെ പലപ്പോഴും ഉള്ള പരിപാടി. ഇല്ലെങ്കിൽ കർത്താവില്ലെങ്കിലും കുഴപ്പമില്ല, ഞങ്ങൾക്ക് പൈസ ഉണ്ടായാൽ മതി. പൈസ ഉണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, ഏത് പ്രോഗ്രാമും നടത്താം. ഈ പൈസ ഇല്ലാത്തപ്പോഴാണല്ലോ കർത്താവിൻ്റെ ആവശ്യം നമുക്ക് തോന്നുന്നത്. പൈസ ഉണ്ടെങ്കിൽ പിന്നെ നമ്മൾ പറയുന്നത് കർത്താവില്ലെങ്കിലും നമുക്ക് എന്ത് ചെയ്യാം, പ്രോഗ്രാം നടത്തി വിജയിപ്പിക്കാനൊക്കെ നമുക്കറിയാം. നമ്മൾ നല്ല സംഘാടകരാണ്. കർത്താവിൻ്റെ ആവശ്യം നമുക്ക് ഇല്ലെങ്കിൽ ലവോദിക്ക സഭയിൽ അതാ പറ്റിയത്. കഴിവും സാമർഥ്യമൊക്കെ ഉള്ളവർ കൂടിക്കഴിഞ്ഞപ്പോൾ അവർ പറഞ്ഞു, ഞങ്ങളുടെ ഈ പൈസ ഉണ്ട്, ഞങ്ങളുടെ ഈ എല്ലാ കാര്യങ്ങളും ഉണ്ട്, ഞങ്ങൾക്ക് എല്ലാ പരിപാടിയും അറിയാം, കർത്താവില്ലെങ്കിലും കുഴപ്പമില്ല എന്നുള്ള കൺസെപ്റ്റിലേക്ക് ഇവർ വന്നു. അപ്പോൾ കർത്താവ് പറയുക, ഇപ്പോൾ നിങ്ങളെല്ലാം കൂടെ എന്നെ എന്ത് ചെയ്തു, സഭയ്ക്ക് പുറത്താക്കി. ആർക്ക് വേണ്ടിയാണോ വീടുണ്ടാക്കിയത്, ആർക്ക് താമസിക്കാനാണോ വീടുണ്ടാക്കിയത്, അവനെ പിടിച്ചെന്ത് ചെയ്തു, പുറത്ത് ആക്കിയിട്ട് ഇവർ വാതിലടച്ച് കുറ്റിയിട്ട് ഇവരിതിനകത്ത് മേളം നടത്തുക. ഞാൻ ചോദിച്ചോട്ടെ പ്രിയപ്പെട്ടവരെ, നമ്മുടെ സഭായോഗത്തിനകത്തൊക്കെ കർത്താവ് ഉണ്ടോ? നമ്മുടെ സഭയ്ക്കകത്ത് കർത്താവ് ഉണ്ടോ? അതോ കർത്താവ് പുറത്തുനിന്ന് മുട്ടുകയാണോ? നമ്മളിവിടെ പാട്ടൊക്കെ പാടി അന്യഭാഷയൊക്കെ പറയുന്ന നേരത്ത് കർത്താവ് മുട്ടുക. പലപ്പോഴും ഈ കർത്താവിൻ്റെ മുട്ട് കർത്താവ് മുട്ടുന്നത് നമുക്ക് കേൾക്കാൻ പറ്റുന്നില്ല, സഭയ്ക്കകത്ത് ബഹളം കാരണം. അതാ വേറൊരു പ്രശ്നം. അമ്മാതിരി ബഹളമല്ലേ സഭയ്ക്കകത്ത് നടക്കുന്നത്. അത് കാരണം കർത്താവ് മുട്ടുന്നതൊന്നും നമുക്ക് കേൾക്കാനായിട്ട് പറ്റുന്നില്ലെന്നുള്ളതാണ്. ഒന്ന് ശാന്തമായിട്ടൊന്ന് ഇരുന്ന് നോക്കിയാൽ നമുക്ക് മനസ്സിലാകും കർത്താവ് മുട്ടിക്കൊണ്ടിരിക്കുക. ഒന്ന് തുറക്കാവോ? ഞാൻ ചോദിച്ചോട്ടെ പ്രിയമുള്ളവരെ, ഈ ശബ്ദകോലാഹലങ്ങളുടെയൊക്കെ ഇടയ്ക്ക് കർത്താവ് അകത്തുണ്ടോ? അതോ ശബ്ദകോലാഹലങ്ങൾ മാത്രമേ ഉള്ളൂ? നമ്മളൊന്ന് ചിന്തിക്കണം, ഗൗരവമായിട്ട് ചിന്തിക്കേണ്ട ഒരു വിഷയമാണ്. കർത്താവ് അകത്തില്ലെങ്കിൽ പിന്നെ നമ്മളെന്തോ കാണിക്കുന്നേ? ഓക്കെ, ഞാൻ ആ ഭാഗം വിടുക. ഞാൻ പറഞ്ഞു വന്നപ്പോൾ ആ കെട്ടിടം അത് ദൈവത്തിൻ്റെ നിവാസമാകേണ്ടതിന് പണിതു വരുന്നു എന്ന് പറഞ്ഞു വന്നപ്പോൾ ആ കൂടത്തിൽ ഞാനങ്ങ് പറഞ്ഞതേ ഉള്ളൂ, അത് കർത്താവിൻ്റെ നിവാസം, കർത്താവിന് വസിക്കാനായിട്ട് പണിയെന്താണ് എന്നുള്ള ആ ഭാഗം ഞാൻ പറഞ്ഞു. അവിടെ കർത്താവിനെ പുറത്താക്കുന്നത് വലിയ ബുദ്ധിമുട്ടാണ്, വലിയൊരു സങ്കടകരമായിട്ടുള്ള അവസ്ഥയാണ് എന്നുള്ളത് നമ്മൾ ഒരിക്കലും മറക്കാനായിട്ട് പാടില്ല. ഇനി ഈ കെട്ടിടം പണിയുന്നതിൻ്റെ രണ്ടാമതൊരു ഉദ്ദേശം കൂടെ ഉണ്ട്, അതുകൂടെ പറഞ്ഞിട്ട് ഞാൻ ഈ ക്ലാസ് അവസാനിപ്പിക്കാനായിട്ട് പോവുകയാണ്. അത് അപ്പോസ്തലനായ പത്രോസ് എഴുതിയ 1-ാം ലേഖനം അതിൻ്റെ 2-ാം അധ്യായത്തിൻ്റെ 4-5 വാക്യങ്ങളിലാണ് നമുക്ക് കാണാൻ പറ്റുന്നത്. 1 പത്രോസ് 2-ാം അധ്യായത്തിൻ്റെ 4-5 വാക്യങ്ങളിൽ അവിടെ നമ്മളിങ്ങനെയാണ് കാണുന്നത്, മനുഷ്യർ തള്ളിയതെങ്കിലും ദൈവസന്നിധിയിൽ ശ്രേഷ്ഠവും മാന്യവുമായ ജീവനുള്ള കല്ലായ അവൻ്റെ അടുക്കൽ വന്നിട്ട് നിങ്ങളും ജീവനുള്ള കല്ലുകൾ എന്ന പോലെ ആത്മീക ഗൃഹമായി യേശുക്രിസ്തു മുഖാന്തരം ദൈവത്തിന് പ്രസാദമുള്ള ആത്മീക യാഗം കഴിപ്പാൻ തക്ക വിശുദ്ധ പുരോഹിത വർഗമാകേണ്ടതിന് പണിയപ്പെടുന്നു. അപ്പം ഇവിടെയും ദൈവം നമ്മെ പണിയപ്പെടുന്നു, നമ്മൾ പണിയപ്പെടുന്നു. എന്തിന്? ഒരു വിശുദ്ധ പുരോഹിത വർഗമാകേണ്ടതിന്, ഒരു ഹോളി പ്രീസ്റ്റ്ഹുഡ് ആകേണ്ടതിന്, ഒരു വിശുദ്ധ പുരോഹിത വർഗമാകേണ്ടതിന് അവൻ നമ്മെ പണിതു വരികയാണ്. എന്താണ് വിശുദ്ധ പുരോഹിത വർഗത്തിൻ്റെ ഉത്തരവാദിത്വം? ദൈവത്തിന് പ്രസാദമുള്ള ആത്മീകയാഗം കഴിക്കേണ്ടതിന്. എന്നിട്ട് എങ്ങനെയാണ് പണിയുന്നതെന്ന് പറഞ്ഞ്, ജീവനുള്ള കല്ലായ അവൻ്റെ അടുക്കൽ, ആരുടെ അടുക്കൽ? ക്രിസ്തുവിൻ്റെ അടുക്കൽ നിങ്ങൾ വന്നിട്ട് ജീവനുള്ള കല്ലുകൾ എന്ന പോലെ പണിയപ്പെടുകയാണ്. അപ്പോൾ അവിടെ ഒരു കാര്യം മനസ്സിലാക്കണം, ഈ പണിയപ്പെടുന്ന കല്ലുകളായ നമുക്ക് എന്തില്ല? ജീവൻ ഇല്ലായിരുന്നു. പക്ഷെ ജീവൻ ഉണ്ടായിരുന്നത് എവിടെയാണ്? അവനില്ല. അവൻ ജീവനുള്ള കല്ല. ആര്? യേശു ജീവനുള്ള കല്ല. ആ ജീവനുള്ള കല്ലായ അവൻ്റെ അടുക്കൽ വന്നിട്ട് നമ്മളും ജീവനുള്ള കല്ലുകൾ എന്ന പോലെ പണിയപ്പെടുന്നു. മനസ്സിലാക്കണം. അപ്പം നമുക്ക് സ്വതവേ എന്തില്ല? ജീവനില്ല. യേശുവിൻ്റെ അടുത്തേക്ക് വരാത്തിടത്തോളം നമുക്ക് എന്തില്ല? ജീവനില്ല. കാരണം ജീവൻ ആരിലാണ് ഉള്ളത്? യേശുവിലാണുള്ളത്. ജീവനുള്ളത്
യേശുവിൽ ഈ യോഹന്നാൻ്റെ സുവിശേഷത്തിൽ ഒരു വാക്യമുണ്ട്. യോഹന്നാൻ്റെ സുവിശേഷം 1-ാം അധ്യായത്തിൽ യേശുവിനെക്കുറിച്ച് നമ്മൾ വായിക്കുന്ന ഒരു വാക്യമുണ്ട്. എന്താണ്? യോഹന്നാൻ്റെ സുവിശേഷം 1-ാം അധ്യായത്തിൻ്റെ 4-ാം വാക്യത്തെ നമ്മൾ വായിക്കുന്നു, അവനിൽ ജീവനുണ്ടായിരുന്നു. അപ്പോൾ ജീവൻ ആരിലാണ് ഉള്ളത്? യേശുവിലാണ് ജീവനുള്ളത്. അതവിടെ പറഞ്ഞത് അവനിൽ ജീവൻ ഉണ്ടായിരുന്നു. ഇനി യോഹന്നാൻ്റെ സുവിശേഷം തന്നെ 14-ാം അധ്യായത്തിൻ്റെ 6-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ നമ്മൾ വായിക്കുന്നത്, ഞാൻ തന്നെ വഴിയും സത്യവും ജീവനുമാകുന്നു. അപ്പം അവനിൽ ജീവനുണ്ട്, അവൻ തന്നെയാണ് ജീവൻ. മറക്കരുത്, യോഹന്നാൻ്റെ സുവിശേഷത്തിൽ അങ്ങനെയാണ് പറയുന്നത്. 1-ാം അധ്യായത്തിൽ പറഞ്ഞു അവനിൽ ജീവനുണ്ടായിരുന്നു. 14-ാം അധ്യായത്തിൽ പറഞ്ഞു അവൻ തന്നെയാണ് ജീവൻ. ഇനി 10-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ, യോഹന്നാൻ്റെ സുവിശേഷം 10-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ അവിടെ യേശു വന്നതിൻ്റെ ഉദ്ദേശം നമുക്ക് കാണാനായിട്ട് കഴിയുന്നുണ്ട്. യോഹന്നാൻ്റെ സുവിശേഷം 10-ാം അധ്യായം, ഒരു മിനിറ്റ് ഞാൻ ആ വാക്യം ഒന്ന് എടുത്തോട്ടെ. യോഹന്നാൻ്റെ സുവിശേഷം 10-ാം അധ്യായത്തിൻ്റെ 10-ാം വാക്യത്തെ നമ്മൾ വായിക്കുന്നു, മോഷ്ടിക്കുവാനും അറക്കുവാനും മുടിക്കുവാനുമല്ലാതെ കള്ളൻ വരുന്നില്ല, അവർക്ക് ജീവൻ ഉണ്ടാകുവാനും സമൃദ്ധിയായി ഉണ്ടാകുവാനും അത്രേ ഞാൻ വന്നിരിക്കുന്നത്. അപ്പോൾ യേശു വന്നത് നമുക്ക് ജീവൻ ഉണ്ടാകുവാനാണ് വന്നത്. അപ്പോൾ യോഹന്നാൻ്റെ സുവിശേഷത്തിൽ യേശുവിനെക്കുറിച്ച് 3 കാര്യങ്ങളാണ് പറഞ്ഞിരിക്കുന്നത്. 1-ാം അധ്യായത്തിൽ പറഞ്ഞു അവനിൽ ജീവനുണ്ടായിരുന്നു. 10-ാം അധ്യായത്തിൽ പറഞ്ഞു നമുക്ക് ജീവൻ ഉണ്ടാകേണ്ടതിനും അത് സമൃദ്ധിയായിട്ടുണ്ടാകേണ്ടതിനുമാണ് യേശു ഈ ലോകത്തിലേക്ക് വന്നത്. 14-ാം അധ്യായത്തിൽ പറഞ്ഞു അവൻ തന്നെയാണ് ജീവൻ. അപ്പം ജീവനെയും യേശുവിനെയും വേർതിരിച്ച് കാണാനായിട്ട് പറ്റില്ല. അത് തന്നെയാണ് പത്രോസ് ലേഖനത്തിൽ നമ്മൾ വായിച്ചത്, അവൻ ജീവനുള്ള കല്ലാണ്, അവനിൽ ജീവനുണ്ടായിരുന്നു, അവനാണ് ജീവൻ. എന്നിട്ട് നമ്മൾ ആ ജീവനുള്ള കല്ലായ യേശുവിൻ്റെ അടുക്കൽ വന്നപ്പോൾ നാമും ജീവനുള്ള കല്ലുകൾ എന്ന പോലെ പണിയപ്പെടുകയാണ്. ഞാൻ പലപ്പോഴും ഇതിനൊരു ഉദാഹരണം പറയാറുണ്ട്. ഇപ്പോൾ നിങ്ങൾ ഒരു കെട്ടിടം പണിയാന്ന് വെച്ചോ. അപ്പോൾ ഈ കെട്ടിടം പണിയുമ്പോൾ നിങ്ങൾ അതിൻ്റെ മൂലക്കല്ലായിട്ട് ഏറ്റവും അടിയിൽ ഒരു വലിയൊരു മാഗ്നറ്റ്, ഒരു വലിയൊരു കാന്തം കൊണ്ടുവന്നിട്ട് ആ മൂലക്കല്ലായിട്ട് നിങ്ങൾ വെച്ചു. എന്നിട്ട് നിങ്ങൾ ഈ കെട്ടിടം പണിയുന്നത് ഇരുമ്പിൻ്റെ ബ്ലോക്ക് കൊണ്ടാണ്, ഇരുമ്പിൻ്റെ കട്ടകൾ കൊണ്ടാണ് നിങ്ങൾ ഈ കെട്ടിടം പണിയുന്നതെന്ന് വയ്ക്കുക. അപ്പോൾ ഈ വലിയൊരു കാന്തം അതിൻ്റെ മൂലക്കല്ലായിട്ട് കൊണ്ടുവച്ചിട്ട് ഈ ഇരുമ്പിൻ്റെ ബ്ലോക്കുകൾ, ഇരുമ്പിൻ്റെ ഈ കട്ടകൾ എടുത്ത് ഈ കാന്തത്തോട് ചേർത്ത് വെച്ച് നിങ്ങൾ പണിയുമ്പോൾ ഈ ഇരുമ്പിൻ്റെ കട്ടകളിലേക്കും എന്തുണ്ടാകും? ഈ കാന്തിക ശക്തി ഇൻഡ്യൂസ് ചെയ്യപ്പെടും. അതിലേക്കത് പ്രവഹിച്ചിട്ട് ഈ ഇരുമ്പിൻ്റെ ബ്ലോക്കുകളും എന്തായിട്ട് മാറും? കാന്തമായിട്ട് മാറും. എത്ര സമയത്തേക്ക്? ആസ് ഫാർ ആസ് ഇറ്റ് ഈസ് കണക്റ്റഡ് വിത്ത് ദാറ്റ് മാഗ്നറ്റ്. ആ കാന്തവുമായിട്ട് അത് അടുത്ത് ബന്ധത്തിലിരിക്കുന്നിടത്തോളം സമയം അതും ഒരു കാന്തമായിട്ട്, കാന്തത്തെ പോലെയായിത്തീരും. വൺസ് ഇറ്റ് ഈസ് സെപ്പറേറ്റഡ്, അത് ആ കാന്തത്തിൽ നിന്ന് വേർപെട്ട് കഴിഞ്ഞാൽ പിന്നെ അതിനെന്തില്ല? ആ കാന്തിക ഗുണം ഇല്ല. ഇതുപോലെയാ ജീവനുള്ള കല്ല് യേശുവാണ്. ആ യേശുവിൻ്റെ അടുക്കലേക്ക് നാം വരുമ്പോൾ ആ യേശുവിലുള്ള ജീവൻ നമ്മിലേക്കും വ്യാപിക്കുക ചെയ്യുന്നത്. നമ്മൾ ആ യേശുവിനോട് ചേർന്ന് നിൽക്കുന്നിടത്തോളം സമയം നമ്മളും ജീവനുള്ള കല്ലുകളായിട്ട് നിൽക്കുകയാണ്. യേശുവിൽ നിന്ന് സെപ്പറേറ്റ് ആയി കഴിഞ്ഞാൽ there will be no life. ജീവൻ നമുക്കുണ്ടാകില്ല. കാരണം ജീവൻ നമ്മിലല്ല, ജീവൻ അവനിലാണ്. അവനാണ് ജീവൻ. നാം അവനോട് ചേർന്ന് നിൽക്കുന്നിടത്തോളമേ നമുക്ക് ഈ ജീവൻ ഉണ്ടാവുകയുള്ളൂ. അപ്പോൾ ഇതാ ഇവിടെ പറഞ്ഞത്, ജീവനുള്ള കല്ലായ അവൻ്റെ അടുക്കൽ നിങ്ങൾ വന്നിട്ട് നിങ്ങളും ജീവനുള്ള കല്ലുകൾ എന്ന പോലെ ഒരാത്മീക ഗൃഹമായിട്ട് പണിയപ്പെടുന്നു. ഒരു സ്പിരിച്വൽ ഹൗസ്, ഒരു സ്പിരിച്വൽ ബിൽഡിംഗ്, ഒരു ആത്മീക ഗൃഹമായിട്ട് നിങ്ങൾ പണിയപ്പെടുന്നു. എന്തിന്?
യേശു ക്രിസ്തു മുഖാന്തരം ദൈവത്തിന് പ്രസാദമുള്ള ആത്മീകയാഗം കഴിക്കേണ്ടതിന് ഒരു വിശുദ്ധ പുരോഹിത വർഗമാകേണ്ടതിന്. അപ്പം യേശുവിൻ്റെ അടുക്കലേക്ക് വന്നു കഴിയുമ്പോൾ പിന്നെ നമുക്കുണ്ടാകുന്ന രണ്ട് പ്രത്യേകതകൾ അവിടെ പറഞ്ഞു. ഒന്ന്, വി വിൽ ഗെറ്റ് ലൈഫ്, നമുക്ക് ജീവൻ ലഭിക്കും. രണ്ട്, നാം വിശുദ്ധ പുരോഹിത വർഗമായിട്ട് മാറും. അല്ലേ? പത്രോസിൻ്റെ 1-ാം ലേഖനം തന്നെ അതിൻ്റെ 1-ാം അധ്യായത്തിൻ്റെ അതിൻ്റെ 2-ാം അധ്യായത്തിൻ്റെ തന്നെ 9-ാം വാക്യത്തിൽ നമ്മൾ വായിക്കുന്നത് എങ്ങനെയാണ്? നിങ്ങളോ അന്ധകാരത്തിൽ നിന്ന് തൻ്റെ അത്ഭുത പ്രകാശത്തിലേക്ക് നിങ്ങളെ വിളിച്ചവൻ്റെ സൽഗുണങ്ങളെ ഘോഷിപ്പാൻ തക്കവണ്ണം തിരഞ്ഞെടുക്കപ്പെട്ട ഒരു ജാതിയും രാജകീയ പുരോഹിത വർഗവും വിശുദ്ധ വംശവും സ്വന്ത ജനവുമാകുന്നു. അപ്പം 2-ാം അധ്യായത്തിൻ്റെ 5-ാം വാക്യത്തിൽ യു ആർ എ ഹോളി പ്രീസ്റ്റ്ഹുഡ്, നിങ്ങളൊരു വിശുദ്ധ പുരോഹിത വർഗമാണ്. 9-ാം വാക്യത്തിൽ യു ആർ എ കിങ്ലി പ്രീസ്റ്റ്ഹുഡ്, നിങ്ങളൊരു രാജകീയ പുരോഹിത വർഗമാണ്. എങ്ങനെ? യേശുവിൻ്റെ അടുക്കലേക്ക് വന്നതുകൊണ്ടാണ്. യേശുവിൻ്റെ അടുക്കൽ നിന്ന് വേർപെട്ടു പോയാൽ പിന്നെ ഇതൊന്നുമില്ല. അപ്പം എന്തൊക്കെയാണ് അവിടെ? ഒന്ന്, ജീവനുള്ള കല്ലായ യേശുവിൻ്റെ അടുക്കലേക്ക് വന്നപ്പോൾ നമുക്ക് ജീവൻ ലഭിച്ചു. രണ്ട്, നാം ഒരു വിശുദ്ധ പുരോഹിത വർഗമായിട്ട്, മറ്റൊരു വാക്കിൽ ഉപയോഗിച്ചിരിക്കുന്നത് രാജകീയ പുരോഹിത വർഗമായിട്ട് നാം ആയിത്തീർക്കപ്പെട്ടു. അങ്ങനെ വിശുദ്ധ പുരോഹിത വർഗമായിട്ട് ആകേണ്ടതിന് നാം പണിയപ്പെടുന്നു. ഇനി വിശുദ്ധ പുരോഹിത വർഗത്തിൻ്റെ ഡ്യൂട്ടി അല്ലെങ്കിൽ ഉത്തരവാദിത്വം എന്താണ്? യേശുക്രിസ്തു മുഖാന്തരം ദൈവത്തിന് പ്രസാദമുള്ള ആത്മീക യാഗം കഴിക്കേണ്ടതിന്. നോക്കിക്കേ, പഴയ നിയമം നമ്മൾ പഠിക്കുമ്പോൾ അവിടെ പല യാഗങ്ങളെക്കുറിച്ച് നമ്മൾ കാണുന്നുണ്ട്. എന്നാൽ ഈ പുതിയ നിയമ കാലഘട്ടത്തിൽ അത്തരം ജഡിക യാഗങ്ങൾ കഴിക്കുവാൻ ദൈവം നമ്മോട് ആവശ്യപ്പെടുന്നില്ല. പകരം ആത്മീക യാഗം കഴിക്കാനാണ് പറയുന്നത്. എന്താ ഈ ആത്മീക യാഗത്തിൻ്റെ പ്രത്യേകത എന്ന് ചോദിച്ചാൽ, യാഗം കഴിക്കുന്ന പുരോഹിതൻ ഞാനാണ്, യാഗവസ്തുവും ഞാൻ തന്നെയാണ്. എന്നെ തന്നെ ഒരു യാഗമായി ദൈവത്തിൻ്റെ മുമ്പിൽ സമർപ്പിക്കുക എന്നുള്ളതാണ് ആത്മീക യാഗം എന്നുള്ളത് കൊണ്ട് അർത്ഥമാക്കുന്നത്. മറ്റൊരർത്ഥത്തിൽ, മറ്റൊരു വാക്കിൽ പറഞ്ഞാൽ, റോമാലേഖനം 12-ാം അധ്യായത്തിൻ്റെ 1-ാം വാക്യത്തിൽ നമ്മൾ വായിക്കുന്ന ഒരു കാര്യമുണ്ട്. എന്താണ്? സഹോദരന്മാരെ, ഞാൻ ദൈവത്തിൻ്റെ മനസ്സലി ഓർപ്പിച്ച് നിങ്ങളെ പ്രബോധിപ്പിക്കുന്നത്, നിങ്ങൾ ബുദ്ധിയുള്ള ആരാധനയായി നിങ്ങളുടെ ശരീരങ്ങളെ ജീവനും വിശുദ്ധിയും ദൈവത്തിന് പ്രസാദവുമുള്ള യാഗമായി സമർപ്പിപ്പൻ. അപ്പം പത്രോസിൻ്റെ ലേഖനത്തിലും ദൈവത്തിന് പ്രസാദമുള്ള ആത്മീക യാഗമായിട്ട് സമർപ്പിക്കാൻ പറയുമ്പോൾ, ഇവിടെയും ദൈവത്തിന് പ്രസാദമുള്ള ആത്മീക യാഗമായിട്ട് സമർപ്പിക്കാൻ പറയുക. എന്താണ് സമർപ്പിക്കേണ്ടത്? നിങ്ങളുടെ ശരീരങ്ങളെ. ആരാണ് സമർപ്പിക്കേണ്ടത്? നാം തന്നെയാണ് സമർപ്പിക്കേണ്ടത്. അതാ ഞാൻ പറഞ്ഞത്, യാഗമർപ്പിക്കുന്ന പുരോഹിതനും ഞാൻ തന്നെയാണ്, യാഗവസ്തു എൻ്റെ ശരീരമാണ്. അതാണ് ദൈവത്തിന് പ്രസാദമുള്ള ആത്മീക യാഗമെന്ന് പറയുന്നത്. ഈ യാഗത്തിൻ്റെ അർത്ഥം എന്താണ് എന്ന് ഞാൻ ഇവിടെ വിശദീകരിക്കാനായിട്ട് ഞാൻ സമയമെടുക്കുന്നത്. നിങ്ങൾക്കത് അറിയാൻ താല്പര്യമുണ്ടെങ്കിൽ എൻ്റെ യൂട്യൂബ് ചാനൽ തന്നെ യഥാർത്ഥ ആരാധന എന്ത് എന്നുള്ള തലക്കെട്ടിൽ ഒരു വീഡിയോ കിടക്കുന്നുണ്ട്. നിങ്ങൾ ആ വീഡിയോ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ വാക്യം അവിടെ വിശദീകരിച്ചിരിക്കുന്നത്, വ്യാഖ്യാനിച്ചിരിക്കുന്നത് നിങ്ങൾക്ക് കേൾക്കാനായിട്ട് കഴിയും. നിങ്ങൾ ആ വീഡിയോ കണ്ടിട്ടില്ലെങ്കിൽ ആ വീഡിയോ നിങ്ങൾ കാണുക. പ്ലേലിസ്റ്റ് താഴേക്ക് പോയി കഴിഞ്ഞാൽ യഥാർത്ഥ ആരാധന എന്നുള്ള പേരിൽ ഒരു വീഡിയോ അതിനകത്ത് കിടക്കുന്നുണ്ട്. നിങ്ങൾക്ക് ആ വീഡിയോ കാണാം. ഈ വാക്യങ്ങൾ ഞാനതിനകത്ത് കൃത്യമായിട്ട് വിശദീകരിക്കുകയും വ്യാഖ്യാനിക്കുകയും ചെയ്തിട്ടുണ്ട്. അപ്പം ദൈവം നമ്മെ പണിയുന്നത്
സഭയായിട്ട് ദൈവം നമ്മെ പണിയുന്നത് ഈ ഒരു യാഗം കഴിക്കാനായിട്ടാണ്. എന്ത് യാഗം? എൻ്റെ ശരീരത്തെ ദൈവത്തിന് പ്രസാദമുള്ള ഒരു യാഗമായിട്ട് ഞാൻ തന്നെ സമർപ്പിക്കുന്ന പ്രക്രിയ. ആ യാഗം കഴിക്കുന്ന പുരോഹിതൻ ഞാൻ തന്നെയാണ്. യാഗവസ്തു എൻ്റെ ശരീരം തന്നെയാണ്. പ്രിയമുള്ളവരെ, നമ്മെക്കുറിച്ചുള്ള ആ ദൈവത്തിൻ്റെ പദ്ധതി എന്താണെന്ന് നമ്മളൊന്ന് കൃത്യമായിട്ട് മനസ്സിലാക്കണം. 2 കാര്യങ്ങളാണ് നമ്മൾ പറഞ്ഞത്. ഒന്ന്, ഗോഡ് വാണ്ട്സ് ടു ഡ്വെൽ ഇൻ ദിസ് ബിൽഡിംഗ്. ദൈവത്തിന് ഈ കെട്ടിടത്തിൽ വസിക്കേണ്ടതിന്, താമസിക്കേണ്ടതിന് അവൻ നമ്മെ പണിതുകൊണ്ടിരിക്കുന്നു. 2, നാം ദൈവത്തിന് പ്രസാദമുള്ള ഒരാത്മീയ യാഗം കഴിക്കേണ്ടതിന്. അവിടെ പറഞ്ഞു, യേശു ക്രിസ്തു മുഖാന്തരം. യു കനോട്ട് ഡു ഇറ്റ് ബൈ യുവർ സെൽഫ്. നിങ്ങൾക്ക് സ്വന്തമായിട്ടത് ചെയ്യാനായിട്ട് കഴിയില്ല. യേശു ക്രിസ്തു മുഖാന്തരമാണ് ഈ യാഗം കഴിക്കേണ്ടത്. മറക്കരുത്. ഇഫ് യു ആർ സെപ്പറേറ്റഡ് ഫ്രം ജീസസ്, നത്തിങ് വിൽ ബി വർക്കിംഗ്. യേശുവിൽ നിന്ന് നിങ്ങൾ വേർപെട്ടാൽ ഇതൊന്നും പ്രായോഗിക തലത്തിലേക്ക് വരുന്ന കാര്യങ്ങളല്ല. യേശുവിനോട് കൂടെ നിൽക്കുന്നിടത്തോളമേ ഇതൊക്കെ നടക്കുകയുള്ളൂ. കാരണം ഇതെല്ലാം യേശുവിലാണ് സെറ്റ് ചെയ്തിരിക്കുന്നത്. പ്രിയമുള്ളവരെ, ഞാൻ ഈ ക്ലാസ് ഇവിടെ കൺക്ലൂഡ് ചെയ്യുകയാണ്. നോക്കൂ, എഫേസ് ലേഖനം 2-ാം അധ്യായത്തിൻ്റെ പഠനം നമ്മളിവിടെ അവസാനിപ്പിക്കുക. കർത്താവിനെ വെച്ചാൽ അടുത്ത ക്ലാസ് തൊട്ട് നമ്മൾ എഫേസ് ലേഖനം 3-ാം അധ്യായം പഠിക്കാനായിട്ട് തുടങ്ങും. ഞാൻ പറഞ്ഞത് വളരെ അനുഗ്രഹിക്കപ്പെട്ട ഒരു പാസേജാണ് 2-ാം അധ്യായം എന്ന് പറയുന്നത്. നിങ്ങളതിൻ്റെ എല്ലാ വീഡിയോസും കണ്ടിട്ടില്ല. എല്ലാ വീഡിയോസും ഈ ചാനലിൽ കിടക്കുന്നുണ്ട്. നിങ്ങൾ ഓരോരോ വീഡിയോസായിട്ട് നിങ്ങൾ കാണുക. തീർച്ചയായിട്ടും നിങ്ങളുടെ ജീവിതം ചലഞ്ച് ചെയ്യപ്പെടുന്ന വീഡിയോസാണത്, ക്ലാസ്സുകളാണത്. കാരണം ദൈവത്തിൻ്റെ വചനമാണ് നമ്മളവിടെയൊക്കെ പറഞ്ഞിരിക്കുന്നത്. ഞാൻ എൻ്റെ വാക്കുകൾ ഇവിടെ അവസാനിപ്പിക്കുക. ദൈവം നമ്മെ പണിതുകൊണ്ടിരിക്കുകയാണ്. എന്തിന്? ദൈവത്തിന് വസിക്കേണ്ടതിനും ആത്മീക യാഗം കഴിക്കേണ്ടതിനും. നമ്മുടെ ജീവിതത്തിൽ ആ ദൈവത്തിൻ്റെ പണിയോട് സഹകരിച്ച് അവനോടൊരുമിച്ച് നമുക്ക് മുൻപോട്ട് പോകാം. അതിനായി ദൈവം നമ്മെ സഹായിക്കട്ടെ. ഈ വചനങ്ങളാൽ ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ.